ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ വിഷയം ഇന്ത്യ ലോകശക്തിയായി മാറുമോ? ബൈബിൾ എന്തു പറയുന്നു? ലോകം എന്തു പറയും? ഇക്കാര്യത്തെക്കുറിച്ചുള്ള ഒരു വിവരണമാണ് ഈ താഴെ കാണിച്ചിരിക്കുന്നത്. അത് വായിക്കാം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലെ 7-ാം അധ്യായത്തിലാണ് ഇക്കാര്യത്തെക്കുറിച്ചുള്ള പ്രവചനമുള്ളത്. ഈ അധ്യായത്തിൽ പറയുന്ന ആദ്യത്തെ 3 ജീവികൾ ഭൂമിയിലെ ഇപ്പോഴത്തെ സാമ്രാജ്യങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഇതാണ് ദാനിയേൽ 7-ാം അധ്യായം. അതിൽ 3-ാമത്തെ വാക്യം, അപ്പോൾ തമ്മിൽ ഭേദിച്ചിരിക്കുന്ന 4 മഹാമൃഗങ്ങൾ സമുദ്രത്തിൽ നിന്ന് കരയേറി വന്നു. ഒന്നാമത്തേത് സിംഹത്തോട് സദൃശ്യവും കഴുകിൻ ചിറകുള്ളതുമായിരുന്നു. പിന്നെ രണ്ടാമത്തേത് കരടിയോട് സദൃശ്യം മറ്റൊരു മൃഗത്തെ കണ്ടു. പിന്നെ പുള്ളിപ്പുലിക്ക് സദൃശമായ മറ്റൊന്നിനെ കണ്ടു. അതാണ് 3-ാമത്തെ മൃഗം. പിന്നെ 4-ാമത്തെ മൃഗം പറയുന്നുണ്ട്. 3 മൃഗങ്ങളെ കുറിച്ചാണ് ആദ്യം പറയുന്നത്. പിന്നെ ദാനിയേൽ 7:6 ആധിപത്യം അതിന് ലഭിച്ചു എന്ന് എഴുതിയിരിക്കുന്നു. അത് നോക്കാം. ദാനിയേൽ 7:6. പിന്നെ പുള്ളിപ്പുലിക്ക് സദൃശ്യമായ മറ്റൊന്നിനെ കണ്ടു. മൃഗത്തിന് 4 തലയുണ്ടായിരുന്നു. അതിന് ആധിപത്യം ലഭിച്ചു. 3-ാം മൃഗമായ പുള്ളിപ്പുലിക്ക് ആധിപത്യം ലഭിച്ചു എന്നാണ് പറയുന്നത്. ഇനി അടുത്ത വായിക്കാം. ഈ പുള്ളിപ്പുലി 3-ാം ലോകത്തിലെ മനുഷ്യരുടെ പ്രതീകമാണ്. 3-ാം ലോകത്തിൻ്റെ നേതാവായ ഇന്ത്യയുടെയും 3-ാം ലോകത്തിലെ മറ്റു പ്രധാനപ്പെട്ട പല രാജ്യങ്ങളുടെയും ദേശീയ മൃഗം ഇന്ത്യയിലെ പോലെ തന്നെ പുലിയാണ്. ആയതിനാൽ ഇന്ത്യ ലോകത്തിലെ പ്രബല ശക്തിയായി മാറുമെന്ന് തന്നെയാണ് മേൽ വചനത്തിൽ നിന്നും മനസ്സിലാവുന്നത്. താഴെ കാണിച്ചിരിക്കുന്ന ചാർട്ടിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ GDP ഉള്ള രാജ്യങ്ങളിൽ ഇന്ത്യ 5-ാമത്തെ രാജ്യമായിട്ടാണ് കാണുന്നത്. ആ ചാർട്ട് നമുക്ക് നോക്കാം. ഇതിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിനാണ് ഏറ്റവും കൂടുതൽ GDP ഉള്ളത്. GDP ആണ് ഒരു രാജ്യത്തിൻ്റെ സമ്പത്തിൻ്റെ ഇൻഡെക്സ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ ചൈന, ജപ്പാൻ, ജർമ്മനി, അത് 5-ാമത്തെയാണ് ഇന്ത്യ. പക്ഷേ അവിടുത്തെ പെർ ക്യാപിറ്റ ഇൻകം ഏറ്റവും കൂടുതലുള്ളത് 75,000 ഒരു ഇയറിൽ. പിന്നെ 12,000 ചൈനയ്ക്ക്, 34,000 ജപ്പാന്, 48,000 ജർമ്മനിക്ക്. ഇന്ത്യക്കാണെങ്കിൽ 2,300 ആ റേഞ്ചിലുള്ളൂ. വളരെ മോശമാണ്. പക്ഷെ ടോട്ടൽ GDP എടുക്കുമ്പോൾ ഇന്ത്യ 5-ാമത്തായിട്ട് വരും. പിന്നെ അടുത്ത വായിക്കാം. CRB ഈസ് വൺ ഓഫ് ദ UK's ലീഡിംഗ് എക്കണോമിക് കൺസൾട്ടൻസ്. അവരുടെ റിപ്പോർട്ടാണത്. ഇന്ത്യ ടു ബി വേൾഡ്സ് 3rd ലാർജസ്റ്റ് എക്കണോമി ബൈ 2032. 3rd ആയിരിക്കുമെന്നാണ് പറഞ്ഞത്. പിന്നെ പറഞ്ഞിരിക്കുന്ന ലാർജസ്റ്റ് ബൈ ദ എൻഡ് ഓഫ് ദ സെഞ്ചുറി. എൻഡ് ഓഫ് ദ സെഞ്ചുറി എന്ന് പറയുമ്പോൾ 2100 അത്രയൊന്നും പോവില്ല. 2050 വരെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ലോകത്തിന് നിലനിൽക്കാൻ പറ്റുള്ളൂ എന്നാണ് നേരത്തെ ഒരു സ്റ്റഡിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് നേരത്തെ ഉണ്ടാക്കിയൊരു വീഡിയോയിൽ ഇത് കാണാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ 2100 വരെ എത്തുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യ വേൾഡ് പവറായിട്ട് മാറുമെന്നാണ് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ആളോഹരി GDPയിൽ വളരെ താഴെയാണ്. നമ്മൾ കണ്ടതാണ്. CRB റിപ്പോർട്ട് പ്രകാരം 2032 ഇന്ത്യയുടെ GDP ലോകത്ത് 3-ാമത്തേതായിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. അത് നമ്മൾ കണ്ടു. എന്നാൽ ആളോഹരി വരുമാനത്തിൽ 3-ാം ലോക രാജ്യങ്ങളെല്ലാം അങ്ങനെ തന്നെയാണ്. അതായത് ഇവ ദരിദ്ര രാജ്യങ്ങൾ തന്നെ ആയിരിക്കും എന്നാണ് അർത്ഥമാക്കുന്നത്. ഇന്ത്യയിലെ ജനങ്ങളുടെ ശരാശരി ആളോഹരി വരുമാനം വികസിത രാജ്യങ്ങളിലെ ജനങ്ങളെ വെച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ്. അത് നമ്മൾ കണ്ടതാണ്. ഇന്ത്യയുടെ GDP നന്നായി വരുന്നത് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ നിർണയം അങ്ങനെ ആയതുകൊണ്ടാണ്. ഇന്ത്യയിലെ പ്രധാനമന്ത്രി ട്രെയിനിൽ ചായ ഉണ്ടാക്കി വിറ്റിരുന്ന ഒരു മനുഷ്യനാണ്. അതുപോലെ തന്നെ മറ്റു പല രാജ്യങ്ങളുടെയും തലവന്മാർ ലോകപ്രകാരം അധമന്മാരായിരുന്നു. അവരുടെ മിടുക്കുകൊണ്ടല്ല അവർ ആ സ്ഥാനത്ത് ആയിരിക്കുന്നത്. ദാനിയേൽ 4:17 മനുഷ്യരിൽ അധമനായവനെ ഭൂമിയിലെ രാജത്വത്തിന്മേൽ വാഴിക്കുന്നുവെന്ന് വചനം വ്യക്തമാക്കുന്നു. ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ലോകത്തിൽ ഭോഷത്വമായതിനെയും ബലഹീനമായതിനെയും തിരഞ്ഞെടുത്തു എന്ന് 1 കൊരിന്ത്യർ 1:27 എഴുതിയിരിക്കുന്നു. ആ വചനങ്ങളൊന്ന് വായിക്കാം. ദാനിയേൽ 4:17 അത്യുന്നതനായവൻ മനുഷ്യരുടെ രാജത്വത്തിന്മേൽ വാഴുകയും അതിനെ തനിക്ക് ബോധിച്ചവന് കൊടുക്കുകയും മനുഷ്യരിൽ അധമനായവനെ അതിന്മേൽ വാഴിക്കുകയും ചെയ്യുന്നു എന്ന് ജീവനോടിരിക്കുന്നവർ അറിയേണ്ടതിന് ഈ വിധി ദൂതന്മാരുടെ നിർണയവും കാര്യം വിശുദ്ധന്മാരുടെ കൽപ്പനയുമാകുന്നു. 1 കൊരിന്ത്യർ 27 വായിക്കാം. ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായി തിരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പിക്കാൻ
ദൈവം ലോകത്തിൽ ബലഹീനമായി തിരഞ്ഞെടുത്തു. അപ്പോൾ ഏറ്റവും വലിയ കഴിവുള്ള ആൾക്കാരൊന്നും അല്ല ഈ സാധനങ്ങളിലിരിക്കുന്നത്. അത് നമുക്കല്ലെങ്കിൽ തന്നെ അറിയാമല്ലോ. ഇതൊന്നും പറഞ്ഞില്ലെങ്കിലും അറിയാം. ഈ യൂറോപ്യൻ രാജ്യങ്ങൾ അധികാരികൾ വളരെ ബുദ്ധി കുറഞ്ഞ ആൾക്കാരാണ്. അല്ലെങ്കിൽ അവർക്ക് അറിയാൻ പാടില്ല ഈ മുസ്ലിംസിനെ അവിടേക്ക് കൊണ്ടുവന്നാൽ അത് അവർക്ക് പ്രശ്നമാകും എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഉണ്ടായില്ല. പറഞ്ഞു കൊടുത്തിട്ട് പോലും അവർക്ക് മനസ്സിലായില്ല. അപ്പോൾ പിന്നെ അവർക്ക് ബുദ്ധിയുള്ളവരാണോ? അവർ ബുദ്ധിയില്ലാത്തവരാണ്. അതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. പിന്നെ അടുത്ത വാക്യം, ഇന്ത്യ ലോകശക്തിയായി മാറുമെങ്കിലും ഇന്ത്യയെയും മറ്റ് ലോകരാജ്യങ്ങളെയും ദാനിയേൽ 7:7 പറയുന്ന ഘോരവും ഭയങ്കരവുമായ നാലാമത്തെ മൃഗം അന്തിക്രിസ്തു നിഷ്പ്രഭമാക്കി അവരുടെ മേൽ ആധിപത്യം സ്ഥാപിക്കും. അതിനുശേഷം അന്തിക്രിസ്തുവിന്റെ രാജ്യം യേശുക്രിസ്തുവിനാൽ നശിപ്പിക്കപ്പെടും. അതായത് എത്രയൊക്കെ ആധിപത്യം സ്ഥാപിച്ചാലും അതെല്ലാം താൽക്കാലികം മാത്രമാണ് എന്നർത്ഥം. ആ വാക്യം ഒന്ന് വായിക്കാം. ദാനിയേൽ 7:7. രാത്രി ദർശനത്തിൽ ഞാൻ പിന്നെയും ഘോരവും ഭയങ്കരവും അതിബലവുമുള്ള നാലാമതൊരു മൃഗത്തെ കണ്ടു. അതിന് വലിയ ഇരുമ്പോലുണ്ടായിരുന്നു. അത് തിന്നുകയും തകർക്കുകയും ചെയ്തിട്ട് ശേഷമുള്ളതിനെ കാൽ കൊണ്ട് ചവിട്ടിക്കളഞ്ഞു. മുമ്പേ കണ്ട മൃഗങ്ങളിലും വെച്ച് ഇത് വ്യത്യാസമുള്ളതായിരുന്നു. അതിന് 10 കൊമ്പുണ്ടായിരുന്നു. ഈ 10 കൊമ്പുള്ള മൃഗമാണ് അന്തിക്രിസ്തു എന്ന് പറയുന്നത്. എന്നാൽ ഇത് പല ബൈബിൾ പഠിപ്പിക്കുന്നവരും പറയുന്നത് ഇത് റോമാ സാമ്രാജ്യമാണ് എന്നുള്ളത്. അത് തെറ്റാണ്. അത് നമുക്ക് മറ്റുള്ള വചനങ്ങളെല്ലാം വായിച്ചു നോക്കുമ്പോൾ അത് മനസ്സിലാവും. ഇനിയിപ്പോൾ അടുത്ത പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ റിവിലേഷൻ ചാർട്ടിൽ നിന്നും ഇക്കാര്യം കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാം. അപ്പോൾ ആ റിവിലേഷൻ ചാർട്ട് നമുക്കൊന്ന് നോക്കാം. ഇതാണ് റിവിലേഷൻ ചാർട്ട്. ഇത് മലയാളം ഇംഗ്ലീഷും ഉണ്ട്. ഇതൊന്ന് നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് കാണാം. ഇതിൽ ഈ 4 മൃഗങ്ങളെ പറ്റി പറഞ്ഞല്ലോ. ഈ 4 മൃഗങ്ങൾ എന്ന് പറയുന്നത്, ഇത് ഒന്നാമത്തെ മൃഗം സിംഹം, രണ്ടാമത്തെ കരടി, മൂന്നാമത്തെ പുലി. ഇതാണ് ഈ 4ാമത്തെ മൃഗം അന്തിക്രിസ്തു. ഈ 3 മൃഗങ്ങളെയും ഈ 4ാമത്തെ മൃഗമായ അന്തിക്രിസ്തു ഭരിക്കുമെന്നാണ് പറയുന്നതിൻ്റെ അർത്ഥം. 7 കൊല്ലമാണ് അന്തിക്രിസ്തുവിന്റെ ഭരണം. പക്ഷെ ആ 7 വർഷം കഴിയുമ്പോഴേക്കും യേശുക്രിസ്തു വരികയും അതിനുശേഷം ഈ അന്തിക്രിസ്തുവിനെ നശിപ്പിക്കുകയും ചെയ്യും. അതോടെ ഈ ഭൂമിയിലെ സകല രാജ്യത്വങ്ങളും ഇല്ലാണ്ടാവും. അപ്പോൾ അത് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ഒരു കല്ലായിട്ടാണ്. ഇത് യേശുക്രിസ്തുവിന്റെ ഒരു പ്രതീകമാണ് ഈ കല്ലായിട്ട്. ആ കല്ല് നെബൂഖദ്നേസർ രാജാവ് കണ്ട ഒരു ബിംബത്തിന്റെ കാലിൽ വന്ന് അടിക്കുകയാണ്. അതാണ് ഇത് ഇങ്ങനെ കാണിച്ചത്. ഇവിടെ ഈ രാജ്യത്വങ്ങളെല്ലാം ഉണ്ടാവും. പിന്നെ യേശുക്രിസ്തുവിന്റെ രാജ്യമാണ്. ആ രാജ്യത്തിൽ 1000 വർഷം ഭൂമിയിൽ ഭരിക്കുകയും അതിനുശേഷം അന്ത്യവിധി വന്നതിന് ശേഷം പിന്നെ അവിടുന്ന് പുതിയ യെരൂശലേമിലാണ് എല്ലാവിധ ദൈവമക്കളുമായിരിക്കുന്നത്.